ഹായ് ഹലോ, എല്ലാവരും സുഖമായിട്ട് സേഫായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നേ. ഇന്ന് ഞാനും കുഞ്ഞാപ്പും കൂടെ ഒറ്റയ്ക്ക് KSRTC ബസ്സിൽ, നമ്മുടെ സ്വന്തം KSRTC ബസ്സിൽ കുമ്മിളിയിലോട്ട് പോവാം കേട്ടോ. അപ്പോൾ പെട്ടെന്ന് എൻ്റെ വീട്ടിലായിരുന്നു ഇത്രയും ദിവസം. പെട്ടെന്ന് ചെറിയൊരു ആവശ്യപ്രകാരം ഞങ്ങൾ എൻ്റെ വീട്ടിലോട്ട് വരുവാണ്. അല്ല, എൻ്റെ വീട്ടിൽ നിന്ന് ഇത് എൻ്റെ വീടാണ്, എന്നാലും കുമ്മിളി വീട്ടിലോട്ട് പോവാം കേട്ടോ, കുഞ്ഞാപ്പൻ്റെ പപ്പായുടെ വീട്ടിലോട്ട്. അപ്പോൾ കുഞ്ഞും ഞാനും കൂടെ ആയിട്ടാണ് പോകുന്നത്. അപ്പോൾ ആദ്യമായിട്ട് ഞങ്ങൾ രണ്ടും ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്യുന്നത്. അപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നേ. ഞങ്ങൾക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബസ്സിൻ്റെ ഏറ്റവും ഫ്രണ്ടിലായിട്ടുള്ള സീറ്റായിട്ട് കിട്ടിയത്. അപ്പോൾ അവൻ അതിലൊരു കമ്പി കണ്ടോ, ഈ കമ്പിയെ പിടിച്ചിരിക്കാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. അതുകൊണ്ട് ഞാൻ ആദ്യമായിട്ടാണ് എൻ്റെ വീട്ടിൽ നിന്ന് കുമ്മിളിയിലോട്ട് ഏകദേശം എനിക്ക് തോന്നുന്നു 1.25 മണിക്കൂർ യാത്രയുണ്ട്. അപ്പം മിക്ക ദിവസങ്ങളിലും ഞങ്ങൾ കാറിനോ അല്ലെങ്കിൽ ജീപ്പിനോ അങ്ങനെയൊക്കെ ആയിരിക്കും വരിക. പക്ഷേ ആദ്യമായിട്ടാണ് ഞങ്ങൾ രണ്ടുപേരും ഒറ്റയ്ക്ക് ബസ്സിന് വരുന്നത്. പക്ഷെ അവൻ വലിയ വഴക്കൊന്നും ഉണ്ടാക്കാതെ കുറേ നേരം ഇരുന്നു കേട്ടോ. ഏകദേശം ഒരു കട്ടപ്പന എത്തുന്നോടെ വരെയും കുഞ്ഞു വഴക്കൊന്നുമില്ല. അത് ഭയങ്കര എക്സൈറ്റ്മെൻറ്റിൽ എന്താ പറയുക, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കിയിരുന്നു. ഇടയ്ക്ക് ആൾക്ക് ചെറിയൊരു ഉറക്കം വന്നെങ്കിലും വഴക്കൊന്നുമില്ലായിരുന്നേ. അങ്ങനെ ഞങ്ങൾ കട്ടപ്പനയിലെത്തി കേട്ടോ. ഞങ്ങളൊരു 3-4 ദിവസം കൂടിയിട്ടാണ് വീട്ടിലോട്ട് വരുന്നത്. അപ്പോൾ ഏകദേശം ഞങ്ങൾ കട്ടപ്പനയിലെത്തി. വെളുപ്പിനെയായിരുന്നു കേട്ടോ. എനിക്കൊരു 8:10 8:15 എൻ്റെ സ്ഥലത്തുനിന്ന് കട്ടപ്പനയിലേക്ക് ബസ്. അതുകൊണ്ട് തന്നെ കട്ടപ്പന ഒന്നും അങ്ങ് ഉണർന്നിട്ടില്ലായിരുന്നു കേട്ടോ. അങ്ങനെ കടയൊന്നും തുറന്നിട്ടൊന്നുമില്ല. അങ്ങനെ ഞങ്ങൾ കട്ടപ്പനയിലെത്തിയപ്പം കട്ടപ്പനയിൽ നിന്ന് പിന്നെയും ഞങ്ങളുടെ വീട്ടിലോട്ട് ഒരു 3/4 മണിക്കൂർ യാത്രയുണ്ട്. അപ്പോൾ കട്ടപ്പനയിലോട്ട് മേബി വരാമെന്ന് പറഞ്ഞു. മേബിച്ചനെ നോക്കി ഇനി ഇരിക്കുക കേട്ടോ, ഞാനും കുഞ്ഞാപ്പും കൂടെ. അപ്പം അവൻ സ്വാഭാവികമായിട്ടും ബസ് സ്റ്റാൻഡിൽ ഇങ്ങനെ പ്രാവുകളൊക്കെ കാണുമല്ലോ. അപ്പോൾ അവനത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ എന്നെ ഇങ്ങനെ, അമ്മ അവിടെ പ്രാവുണ്ടെന്ന്, ഇങ്ങനെ കിളിയുണ്ടെന്ന് പറഞ്ഞ് കാണിച്ചു തരുമായിരുന്നു. അപ്പോൾ ഞങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുക കേട്ടോ. അപ്പം മേബി പറഞ്ഞു ഒരു 10 മിനിറ്റ് ഞാനിപ്പോൾ വരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാനും കുഞ്ഞാപ്പും പോസ്റ്റായി. കുറേ കഴിഞ്ഞപ്പോഴത്തേക്കും ആൾ വന്നു. അപ്പോൾ ഞങ്ങളോട് പറഞ്ഞു വണ്ടി ഇടാൻ വേണ്ടിയിട്ട് സൗകര്യമില്ല, അതുകൊണ്ട് നടന്ന് ഇങ്ങ് വന്നേരെ എന്ന് പറഞ്ഞിട്ട് ഞാനും കുഞ്ഞാപ്പും കൂടെ വണ്ടി തപ്പി പോവാം കേട്ടോ. ഞങ്ങളോട് അവിടെ നിൽക്കാനാണ് പറഞ്ഞത്. പക്ഷേ ഞാൻ വിചാരിച്ചു നടന്ന് ചെല്ലാനാണ് പറഞ്ഞതെന്ന് ഓർത്തുകൊണ്ട് ഞാൻ കൊച്ചിനെയും ബാഗും ഒക്കെ എടുത്ത് നടന്ന് അവിടെ ചെന്ന് കഴിഞ്ഞപ്പം അവിടെ എങ്ങും ഒരൊറ്റ വണ്ടി വന്നിട്ടില്ല. ഒറ്റ വണ്ടി മീൻസ് നമ്മുടെ വണ്ടി വന്നില്ല. കുറേ കഴിഞ്ഞപ്പോഴത്തേക്കും എത്തി. അങ്ങനെ 3-4 ദിവസങ്ങൾക്ക് ശേഷം അങ്ങനെ അച്ഛനും മോനും കണ്ടുമുട്ടി.